അപ്പോഴേ നമുക്കിന്നൊരു ഉച്ചയൂണ് കണ്ടാലോ? ഉച്ചയൂണല്ലെന്നേ, ഒരു വാഴയൂണ്. എന്താ ഇപ്പം ഈ കഥ എന്നല്ലേ നിങ്ങളിപ്പം ചിന്തിക്കുന്നേ? കാര്യം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഒരു വാഴ ഒടിഞ്ഞു വീണു. അതിൽ വിളയാറായൊരു കുലയും ഉണ്ടായിരുന്നു. ഒടിഞ്ഞു വീണെന്ന് കരുതി അതിനെ അങ്ങ് കളയാൻ പറ്റുമോ? നേരെ പോയി വാഴക്കുല അങ്ങ് മുറിച്ചെടുത്തു. കുല മുറിച്ചെടുത്താൽ പിന്നെ വാഴത്തട അങ്ങ് കളയുന്ന പരിപാടി പണ്ടേ നമുക്കില്ല. വാഴത്തടയും അങ്ങ് മുറിച്ചു. രണ്ടും കൊണ്ട് നേരെ വീട്ടിലെത്തി. വാഴത്തട കൊണ്ട് നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കിക്കൂടെ? ഇന്ന് നമ്മൾ തോരനാണ് വയ്ക്കുന്നത്. അമ്മുമ്മ അതിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. വാഴത്തടയെ ചെറിയ വട്ടങ്ങളായി മുറിച്ച് അതിൻ്റെ നൂലെല്ലാം വിരലിൽ ചുറ്റിയെടുത്ത് പിന്നെ അതിനെ ചെറുതായിട്ട് അരിഞ്ഞത് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതിനിടയിൽ വാഴക്കായ കൊണ്ട് എരിശ്ശേരി കൂടി വയ്ക്കാമെന്ന് കരുതി അമ്മ ബാക്കി പരിപാടി തുടങ്ങി. വാഴക്കായും മത്തങ്ങയും ചെറുപയറും കൂടി ഇട്ട് വേവിച്ചെടുത്ത് അതിനെ ചട്ടിയിലേക്ക് മാറ്റിയതേ അരപ്പും കലക്കി വെച്ചു. പിന്നെ കടുക് കൂടി വറുത്തപ്പോഴോ നമ്മുടെ എരിശ്ശേരി അങ്ങ് സെറ്റായി. മീനായിട്ട് നിന്ന് നെത്തോലിയാണ് കിട്ടിയത്. അതിനെ അങ്ങ് ഫ്രൈ ചെയ്യാൻ കൂടിയിട്ടു. അതവിടെ കിടന്ന് റെഡിയാകട്ടെ. അതിനിടയിൽ നമ്മുടെ വാഴത്തടയുടെ കാര്യം മറക്കണ്ട. കുട്ടിക്കാലത്ത് ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നിരുന്നത് നമ്മുടെ ഈ ചകിരിനാരിനെ കുറിച്ചാണ്. ഇനി അതാണോ കഴിക്കേണ്ടതെന്നൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ബോധമൊക്കെ വന്നപ്പോഴാണ് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെന്നും അതിൽ പ്രധാനി വാഴത്തടയാണെന്നും മനസ്സിലായത്. അങ്ങനെ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു വാഴയൂണങ്ങ് കഴിച്ചു.